ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പെട്ടെന്നൊരു ബിരിയാണി ആക്കിയാലോ എന്ന് വെച്ചിട്ട് ഫ്രിഡ്ജിൽ ഓൾറെഡി മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കുക്കറിലോട്ട് തട്ടിയിട്ട് ഒരുപാട് പരിപാടിക്കൊന്നും താല്പര്യമില്ല കൊണ്ട് പെട്ടെന്ന് ആ മസാല പുരട്ടി ചിക്കനും അതിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ബാക്കി കുറച്ചുകൂടെ മസാല കൊണ്ട് അത് ഫ്രിഡ്ജിൽ ഇരുന്നാണ്ട് അത്ര എരി കാണോ ഇല്ലെന്ന് അറിയാൻ വയ്യ. പിന്നെ കറിക്കും കൂടെ വേണമല്ലോ, അതുകൊണ്ട് കുറച്ചുകൂടെയൊക്കെ പൊടികളും എല്ലാം ഇട്ട് ഉപ്പുമൊക്കെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് എണ്ണ ഒഴിച്ച് വഴറ്റുന്നെടുക്കുന്നൊന്നുമില്ല. എല്ലാം കുക്കറിനകത്ത് ഒറ്റ പരിപാടി, കൂടുതൽ ഒന്നുമില്ല. അപ്പോൾ എല്ലാം കൂടെ ഇട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 4-5 വിസിൽ. അപ്പോൾ ഞാൻ എളുപ്പത്തിനൊക്കെ എപ്പോഴും ഇല്ല, ചില സമയത്തൊക്കെ ചിക്കൻ വാങ്ങിച്ചാൽ അപ്പോൾ തന്നെ ഫുള്ള് കഴുകി വൃത്തിയാക്കി കുറച്ച് മസാല തേച്ചങ്ങ് വെച്ചിരിക്കും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ചിലപ്പോൾ ഇത്തിരി തക്കാളി, ചെറിയൊരു ഉള്ളി, പിന്നെ പൊടികൾ എല്ലാം കൂടെ ഇട്ട് ഒന്ന് പേസ്റ്റാക്കി അത് ചിക്കനിൽ പുരട്ടി വെച്ചേക്കും. അപ്പോൾ നമുക്ക് പെട്ടെന്നൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും. ചിക്കൻ വൃത്തിയാക്കുന്ന ഒരു ഇത്തിരി പരിപാടിയാണല്ലോ. അപ്പം ഒറ്റയടിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് എടുക്കുമ്പോഴത്തേക്ക് കുറേ നേരം ഐസ് പോകാനും അത് ക്ലീനാക്കി എടുത്തിട്ടൊക്കെ ആകാൻ താമസം വരത്തില്ല. ഇപ്പം കുഞ്ഞുങ്ങളെ സ്കൂളിലൊക്കെ വിടാനായിട്ടാണെങ്കിലും അപ്പോൾ രാത്രിയൊക്കെ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ രാവിലെ നമ്മൾ പെട്ടെന്ന് കാര്യം നടക്കും. അപ്പോൾ ചിക്കൻ അതിട്ട് ഞാൻ ഇതിൽ തന്നെ ഒരൊറ്റ പാത്രത്തിലാണ് എൻ്റെ എല്ലാം ഫുള്ള് പരിപാടി. പിന്നെ ചിക്കൻ പൊരിക്കുന്നുണ്ട്. അപ്പം അത് വേറെ കുറച്ച് കറി കോരി മാറ്റിയിട്ട് അത് ചിക്കൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആ ചിക്കൻ വേവിച്ച് അതിനകത്ത് തന്നെ ആ ഗ്രേവിയിലോട്ട് തന്നെ അരി കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് കണക്കിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കുന്നു, ഉപ്പും ഇട്ട്. അപ്പോൾ ചോറിൻ്റെ പരിപാടി അത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് ആ ചോറിലേക്കും റൈസിലേക്കായിട്ടും പ്രത്യേകിച്ച് ഒന്നും വഴറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ടേസ്റ്റിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ആ ഗ്രേവിയോട് കൂടി തന്നെ കുറച്ച് ചിക്കൻ എടുത്ത് അതിൽ ഒരുപാടൊന്നുമില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് അത് ഫ്രൈ ചെയ്യാൻ വയ്ക്കുന്നുണ്ട്. എനിക്ക് ചിക്കനായാലും ഫ്രൈ കൂടുതൽ, കറിക്കാട്ടിയും ഞാൻ ഫ്രൈ ആക്കുന്നത്. കഴിക്കാനും ഫ്രൈ ആണ് ഇഷ്ടം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.